ഹലോ ഫ്രണ്ട്സ്, സോ നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് അതിലെ യൂണിറ്റ് 1 ആയ അണ്ടർസ്റ്റാൻഡിംഗ് ടൂറിസത്തിലെ പാർട്ട് 1 നോക്കിയിരുന്നു. സോ എല്ലാവർക്കും ആ ഒരു കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഇത് അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. സോ നമ്മൾ ബേസിക് ആയിട്ട് ടൂറിസത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നു നമ്മൾ എന്താണ് ടൂറിസ്റ്റ്, ആരാണ് എന്താണ് ടൂറിസം, അല്ലെ, ടൂറിസ്റ്റ് പ്രോഡക്റ്റ്, ഡെസ്റ്റിനേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ടൂറിസത്തിന്റെ ഫോംസ് ആൻഡ് ടൈപ്സ് ആണ്. സോ നമുക്കറിയാം, ടൂറിസം എന്ന് പറയുമ്പോൾ അതിന്റെ ഫോം ആൻഡ് ടൈപ്സ് ഒക്കെ പറയുമ്പോൾ അത് ഒരുപാട് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടിരിക്കും. സോ നമ്മള് അറിയാം, നമ്മുടെ ഒരു ചെറിയ വൺ ഡേ ട്രിപ്പ് മുതൽ വീക്കെൻഡ് ജേർണീസ് ഉണ്ട്, ചിലപ്പോൾ ഒരു വീക്കിന് നീണ്ടു നിൽക്കുന്ന ജേർണീസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് നമ്മളെ ഹോളിഡേയ്സ് എത്രയാണോ അതിനനുസരിച്ചാണ് ഓരോന്ന് പ്ലാനിങ്. നമ്മുടെ ഈ ഫോംസ് ആൻഡ് ടൈപ്സ് എമർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സോഷ്യൽ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ പൊസിഷൻ, പ്രോപ്പർട്ടി, വെൽത്ത്, ഈഗോയിസം ആൻഡ് കൺസെപ്ഷൻ, ഇത്രയും ഫാക്ടേഴ്സിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഫോംസ് ആൻഡ് ടൈപ്സ് ഓഫ് ടൂറിസം നമ്മൾ ചെയ്യും. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഫോംസ് ഓഫ് ടൂറിസം ബേസ് ചെയ്തിട്ട്, അതായത് നമുക്ക് ഡിഫറെന്റ് ഫീൽഡ്സ് ഓഫ് ടെൻഷൻസ് ഉണ്ട്. അത് എന്താന്ന് വെച്ചാൽ, അതായത് ഓരോന്നും ഓപ്പോസിറ്റ് ആണ്. വർക്ക് ആണെങ്കിൽ കുറച്ച് റെസ്റ്റ് ആവശ്യമാണ്, അവേക്ക് അസ്ലീപ്, അല്ലെ, ദെൻ എക്സേർഷൻ, റിലാക്സേഷൻ, അതുപോലെ തന്നെ ഇൻകം, എക്സ്പെൻഡിച്ചർ, ജോബ്, ഫാമിലി, ഫ്രീഡം, നെസസിറ്റി, റിസ്ക്, സെക്യൂരിറ്റി. സോ എല്ലാം ലൈഫിലെല്ലാം ഉണ്ടാവും, അല്ലെ. പോസിറ്റീവ് ആയിട്ടുള്ളത്, നെഗറ്റീവ് ആയിട്ടുള്ളത് ഉണ്ടാവും. നെഗറ്റീവ് എന്നല്ല, നമുക്കിപ്പോ ജോലിയൊക്കെ ചെയ്ത് ഒരുപാട് ജോലി ചെയ്യുമ്പോൾ നമുക്കൊന്ന് റിലാക്സ് ചെയ്യണം എന്ന് തോന്നും, അല്ലെ, ഒന്ന് റെസ്റ്റ് ചെയ്യണം എന്ന് തോന്നും. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻകം ഒക്കെ കിട്ടുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ചൊക്കെ എക്സ്പെൻസ് വേണം, അല്ലെ, കുറച്ചൊരു ചെലവാക്കണം എന്ന് തോന്നും. ആ ചെലവാക്കുന്നത് നല്ല രീതിയിലുള്ള ചെലവാക്കൽ. ഇപ്പോ ഒരു സ്ഥലം കാണാൻ പോകുമ്പോൾ അത് ഒരു നമ്മള് ഈ ടൂറ് പോകുമ്പോൾ ഉള്ള ഒരു എക്സ്പെൻസ് ഒരിക്കലും ഒരു എക്സ്പെൻസ് അല്ല എന്നാണ് പറയുന്നത്. എന്താ വെച്ചാൽ അത് അത്രയും നമുക്കൊരു മെമ്മറീസ് ആണ് തരുന്നത്. വേറെ അനാവശ്യമായിട്ട് കുറെ സാധനങ്ങളൊക്കെ വാങ്ങുന്നതിനെക്കാട്ടിൽ എപ്പോഴും നല്ലതാണ് നമ്മളെ ഈ ഒരു ഇൻകം നമ്മൾ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ അതുപോലത്തെ ജോബ്, ഫാമിലിയിൽ ഒരുപാട് ജോലിയിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ഫാമിലിയുടെ കൂടെ എവിടെയെങ്കിലും ഒക്കെ പോയിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാൻ തോന്നും. സോ ഇതെല്ലാം പല രീതിയിലുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫോംസ് ഓഫ് ടൂറിസം വരുന്നത്. അതേപോലെ തന്നെ ഒരുപാട് മറ്റുള്ള സോഷ്യൽ ഫാക്ടേഴ്സ് ഒക്കെ ഇതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ടൂറിസത്തിനെ. ഗവൺമെന്റ് പ്രൊമോഷൻ, ഹോളിഡേ ഡിസ്കഷൻ, യൂണിയൻ സ്പോൺസർഷിപ്പ്, ഹെൽത്ത് ഇൻഷുറൻസ്, ടാക്സ് റിബേറ്റ്സ്, കോർപ്പറേറ്റ് റിവാർഡ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ദെൻ സീസണൽ പ്രഷറും മീഡിയ ഇൻഫ്ലുവൻസും വരുന്നുണ്ട്. അതുപോലെ തന്നെ സബ്സിഡീസ് ഉണ്ട്. അതായത് ചില ഫോറിൻ കൺട്രീസിലൊക്കെ ഈ ടൂർ പോകാൻ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട്. സോ എവിടേക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഹെൽപ്പോട് കൂടിയും കൂടി നമുക്ക് പോകാൻ പറ്റും. ഇനി ഇന്ത്യൻ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ലീവ്, ട്രാവൽ കൺസെഷനും ഹോളിഡേ ഹോംസ് ഒക്കെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് കമ്പനീസ് ഒക്കെ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ബ്രോഷറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്തൊക്കെ ഉണ്ടാവും? ഇൻഫോർമാലിറ്റി, അബാൻഡൻമെന്റ്, സെറിനിറ്റി, ഫ്രീഡം ആൻഡ് പ്ലഷർ, ഇതൊക്കെ ഉള്ളതാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ടൂറിസ്റ്റ് ബ്രോഷർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതില് ടൈമും ആ ഒരു റൊമാൻറ്റിസിസം, റിലാക്സേഷൻ, പീസ്, സ്പേസ്, ഇതെല്ലാം ഒന്ന് ഹൈലൈറ്റ് ചെയ്തിരിക്കും. ദെൻ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മറ്റുള്ള കൾച്ചേഴ്സും, അല്ലെ, അതായത് എന്തൊക്കെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും, ആ ഒരു കാര്യങ്ങളും, ആ ഒരു ഹോളിഡേ എങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റും, അതെല്ലാം ആ ഒരു ഇതില് ഉണ്ടാവും. ഇനി നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൂറിസത്തിലേക്ക് പോവാണ്. സോ നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൂറിസം എന്ന് പറയുമ്പോൾ പല രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് റെസ്റ്റ് ആൻഡ് റീകോപ്പറേഷൻ ഉണ്ട്. അതായത് നമ്മൾ പറഞ്ഞ പോലെ എവരിഡേ ലൈഫിൽ നമ്മൾ ജോലി ചെയ്ത് ഒരു ബോറടിച്ചു, അല്ലെങ്കിൽ അവിടുന്ന് കുറച്ചൊരു ചേഞ്ച് വേണമെന്ന് തോന്നി. അങ്ങനെ വരുമ്പോഴാണ് റെസ്റ്റ് ആൻഡ് റീകോപ്പറേഷൻ ആവുന്നത്. ദെൻ എസ്കേപ്പ് എന്ന് പറയുമ്പോഴും ഒരു എവരിഡേ റിയാലിറ്റിന്ന് നമുക്ക് കുറച്ച് ദിവസത്തിന് എവിടേക്കെങ്കിലും ഒന്ന് എസ്കേപ്പ് ചെയ്ത് പോകാനായിട്ട് തോന്നുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഒരു ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ട്, കുറച്ച് ഫ്രീ ആയിട്ട് വേറെ ഒന്നും ആലോചിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു എസ്കേപ്പ് ചെയ്യാം എന്നുള്ള ഒരു തോന്നൽ വരും. അതും ഒരു തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് ടൂറിസം ആണ്. ദെൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആൾക്കാർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പൊ ഈ ഗെറ്റ് ടുഗദർ ഒക്കെ, ഫാമിലി ഫ്രണ്ട്സിന്റെ ഗെറ്റ് ടുഗദർ ഒക്കെ നമ്മൾ ചെയ്യുന്നത് കുറെ കാലം കാണാതിരുന്ന ആരെയൊക്കെ കണ്ട് കുറെ സംസാരിക്കാനൊക്കെ ഉണ്ടാവും. സോ ആ ഒരു കമ്മ്യൂണിക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതാണത്. അതിനെ മാസ് ടൂറിസം എന്ന് നമ്മൾ പറയും. ഇനി കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ആണ്. സോ നമുക്കറിയാം ഈ സൈറ്റ് സീയിങ്, അതായത് മറ്റുള്ള കൾച്ചറിനെ അറിയാനായിട്ടോ സ്റ്റഡി ടൂർ പോലെയൊക്കെ പോകുന്നുണ്ടല്ലോ, അതൊക്കെയാണത്. ദെൻ ഫ്രീഡം എന്ന് പറയുമ്പോൾ അതാണ് കുറച്ച് ഫ്രീ ആയിട്ട് ഹോമിൽ നിന്നാണെങ്കിലോ വർക്ക് അറ്റ്മോസ്ഫിയർ എന്നാണെങ്കിലോ എവിടെ നിന്നാണെങ്കിലും കുറച്ച് നമുക്ക് ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്
ദെൻ ഹെൽത്തിന്റെ കാര്യങ്ങൾക്ക് പോകുന്ന ടൂറിസം ഉണ്ട്. അതായത് സ്പാ അല്ലെങ്കിൽ മസാജ് സെന്റേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ പോയിട്ട് എന്തെങ്കിലും ക്രോണിക് എയിൽമെന്റിനായിരിക്കും, അല്ലെങ്കിൽ ഹെൽത്ത് ക്ലബ്സ് യോഗയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ആയുർവേദിക് ട്രീറ്റ്മെന്റ്സ് ഒക്കെ നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ട്. ഫോറിനേഴ്സ് ഒക്കെ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വരുന്നത്. ഇനി സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ടൂർസ് ഉണ്ട്. സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ടൂർ എന്ന് പറയുമ്പോൾ മെഡിക്കൽ, ഹിസ്റ്റോറിക്കൽ, ആർക്കിയോളജിക്കൽ അല്ലെങ്കിൽ മറ്റുള്ള ഏത് ഇൻട്രസ്റ്റ് ഫീൽഡും ആവാം. അതായത് ഇവർക്ക് ഒരു സ്ഥലങ്ങൾ കാണുക എന്നുള്ളതിനെക്കാട്ടിലും അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഇപ്പൊ ഫിഷിംഗ് ഇഷ്ടമുള്ളവർ ആ ഒരു ഇതിലേക്ക് പോകും, ട്രക്കിംഗ് ഇഷ്ടമുള്ളവർ അങ്ങനെ പോകും. അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ട്രിപ്പ് തന്നെ വന്നിരിക്കുന്നത്. അതുപോലെ ഗോൾഫ് റിസോർട്ടൊക്കെ ഉണ്ട്, അതൊക്കെ ഇഷ്ടമുള്ളവര് അതിലൊക്കെ പോകും, അങ്ങനെയൊക്കെ. ദെൻ അഡ്വഞ്ചർ ആൻഡ് വൈൽഡ് ലൈഫ് ആണ്. അത് ആ ഒരു ട്രക്കിങ്ങും അതേപോലെ ഈ ജീപ്പിലെ ജംഗിൾ സഫാരിയും ഒക്കെ നടത്തുള്ളൂ. അങ്ങനെയുള്ള ആനിമൽസിനെയൊക്കെ കാണുന്ന ആ ഒരു രീതിയിൽ. അതിനോടൊപ്പം തന്നെ അവിടെ ക്യാമ്പ് ലൈഫും ഒക്കെ ഉണ്ടാവും, വിത്ത് ലക്ഷറി ആൻഡ് ഫസ്റ്റ് ക്ലാസ് ഹോട്ടൽ ഫെസിലിറ്റീസും അവിടെ ഉണ്ടാവും. ദെൻ കൺവെൻഷൻ ടൂറിസം ആണ്. കൺവെൻഷൻ ടൂറിസം എന്ന് പറയുന്നത് മിക്സിംഗ് ലിഷർ വിത്ത് വർക്ക് ആണ്. അതായത് ഈ ബിസിനസ് ടൂർ പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മുടെ വർക്കിന്റെ ഭാഗമായിട്ട് ഒരു മീറ്റിംഗോ കോൺഫറൻസോ ഉണ്ടാവും. അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടായിരിക്കും. അപ്പൊ അവിടെ മീറ്റിംഗ് നടക്കും, ഒപ്പം തന്നെ നമുക്ക് എവിടെയെങ്കിലും അവിടെ വിസിറ്റ് ചെയ്യാനും പറ്റും. പിന്നെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൂറിസ്റ്റ് ഉണ്ട്. ഓക്കെ, സോ ടൂറിസ്റ്റ് ഇതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. സോ നമ്മളിത് പേരുകൾ മാത്രം ഞാൻ പറയാം. ദാറ്റ് ഈസ് റെഡിക്കുലസ് ടൂറിസ്റ്റ് ഉണ്ട്, നെയ് എന്ന് പറയുന്നവരുണ്ട്, ഓർഗനൈസ്ഡ് ടൂറിസ്റ്റ് ഉണ്ട്, അഗ്ലി ടൂറിസ്റ്റ് ഉണ്ട്, അൺകൾച്ചർ ടൂറിസ്റ്റ്, റിച്ച് ടൂറിസ്റ്റ്, എക്സ്പ്ലോയിറ്റിംഗ് ടൂറിസ്റ്റ്. അതൊന്ന് പേരെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിൽ ആ റെഡിക്കുലസ്, അഗ്ലി അല്ലെങ്കിൽ അൺകൾച്ചേർഡ്, എക്സ്പ്ലോയിറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഇവര് ടൂറിസത്തിനെ അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നവരൊന്നല്ല. അതായത് അവര് ആ ഇപ്പൊ ടൂർ പോകുന്നവര് ആ സൈറ്റ് കാണാനോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പഠിക്കാനോ പുതിയ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടൊക്കെ പോകുന്നതായിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ളവർ അതിനൊന്നും അല്ല. ജസ്റ്റ് അവരുടെ കയ്യിൽ കുറച്ച് മണി ഉണ്ട്, അതെങ്ങനെയെങ്കിലും സ്പെൻഡ് ചെയ്യണം, വെറുതെ ലക്ഷറി മാത്രം ആഗ്രഹിക്കുക, കുറച്ച് നല്ല ഫുഡ് കഴിക്കണം, വെറുതെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യണം, അങ്ങനെ വലിയ കാര്യമായിട്ട് ടൂറിസത്തിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല അവർ. അങ്ങനെയുള്ള ടൂറിസ്റ്റ് ആണ് ഇതിന്. ജസ്റ്റ് കുറെ ഫോട്ടോ എടുക്കുക, അല്ലെ, അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും. ക്യാമറയൊക്കെ അവരുടെ മെയിൻ ആയിട്ടുള്ള കാര്യമായിരിക്കും. പിന്നെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഒക്കെ ആവുമ്പോഴാണ് അവര് പ്ലാൻ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്യണം, ഓരോ ദിവസത്തെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ചെയ്യുന്നവരും ഉണ്ട്. സോ ഇഷ്ടത്തോടെ പോകുന്നവരും. അപ്പൊ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൂറിസ്റ്റുകളായിട്ട് തരംതിരിക്കുന്നത്. ഇനി നമുക്ക് വരുന്ന ഒരു ഫാക്ടറാണ് പുഷ് ആൻഡ് പുൾ ഫാക്ടേഴ്സ് ഇൻ ടൂറിസം. സോ പുഷ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഇന്റേണൽ ആയിട്ടുള്ള മോട്ടിവേഷൻ ആണ്. നമുക്ക് ഒരു സ്ഥലത്ത് പോവാൻ നമുക്ക് ഇന്റേണലി നമുക്ക് തോന്നുകയാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് മടുത്തു, അല്ലെങ്കിൽ വീട്ടിലത്തെ ജോലി ചെയ്ത് മടുത്തു, ജോലി സ്ഥലത്ത് ഇരുന്ന് മടുത്തു. അപ്പൊ നമുക്ക് പെട്ടെന്ന് തോന്നാണ് എവിടെയെങ്കിലും പോയിട്ട് വേറെ എന്തെങ്കിലും ഒന്നും ചെയ്യണം, വേറെ നമുക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് പേരെ കൂടി ഒന്ന് കണ്ട് സംസാരിക്കണം. സോ പേഴ്സണൽ ആയിട്ട് അങ്ങനെ നമുക്കൊരു ബോർഡം തോന്നി എവിടെയെങ്കിലും പോകണമെന്ന് തന്നെ തോന്നുന്നത്, തന്നെ ഉള്ളിൽ നിന്ന് തോന്നുന്നതാണ് പുഷ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി പുൾ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്തിന്റെ അട്രാക്ഷൻ കൊണ്ട് നമുക്ക് അവിടെ പോകാൻ തോന്നുന്നത് തന്നെയാണ് പുൾ ഫാക്ടേഴ്സ്. അത് നമ്മളിപ്പോ ഒരു ഫോട്ടോയിലോ വീഡിയോയിലോ റീൽസിലൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടാൽ നമുക്ക് പിന്നെ അവിടെ പോകണം എന്ന് തോന്നും, നന്നായിട്ടുണ്ടെങ്കിൽ. സോ അതൊക്കെ പുൾ ഫാക്ടേഴ്സിൽ വരും. അത് നമ്മുടെ നാച്ചുറൽ അട്രാക്ഷനും നല്ല ക്ലൈമറ്റ് ആണ്, ഇതുവരെ കാണാത്ത എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു സ്ഥലമാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പുതിയ എന്തെങ്കിലും റിക്രിയേഷൻ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടേക്ക് പോകണം എന്ന് നമുക്ക് തോന്നും. ഇതിൽ വരാവുന്ന ഫ്യൂച്ചർ ട്രെൻഡ്സ് ആണ്. അതായത് UN പ്രൊമോട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ ടൂറിസം എന്ന് പറയുന്നത് ബോത്ത് എക്കണോമിക് ബെനിഫിറ്റും അല്ല വെൽത്ത്, അല്ലെ ഒരു രാജ്യത്തെ മൊത്തത്തിൽ ഒരു കുറച്ചും കൂടി വെൽത്തി ആക്കാൻ പറ്റുന്ന ഒരു ഫാക്ടറാണ് ഈ ടൂറിസം എന്ന് പറയുന്നത്. സോ ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും പല ഇംബാലൻസസ് ഉണ്ടെങ്കിൽ അതെല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു ടൂറിസം ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ മാസ് ടൂറിസത്തിന് മേലെ സസ്റ്റൈനബിൾ ടൂറിസം എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നിട്ടുണ്ട്. സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറഞ്ഞാൽ ആ ഒരു ടൂറിസം സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാണ് ആ ഒരു ഡെസ്റ്റിനേഷൻ. ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണെങ്കിൽ എല്ലാ സമയത്തും അവിടെ ടൂറിസ്റ്റിന്റെ തിരക്ക് ഉണ്ടാവണം. അല്ലാതെ ചില സമയത്ത് മാത്രം വരുമ്പോൾ ചില സമയത്ത് ഇല്ല എന്ന് പറയുമ്പോൾ ആ ഒരു ടൂറിസത്തിന് അത് ബാധിക്കും. അപ്പൊ എല്ലാ സമയത്തും ഈക്വലി എല്ലാവരും പ്രിഫർ ചെയ്യുന്ന പോലത്തെ ഒരു സ്ഥലങ്ങളൊക്കെ, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരിക. അപ്പോഴൊക്കെ സസ്റ്റൈനബിൾ ടൂറിസം ആയിട്ട് മാറുന്നത്. ഇപ്പൊ താജ്മഹലോ അല്ലെങ്കിൽ എന്താ പറയാ, അതായത് അധികം ബുദ്ധിമുട്ടുള്ള സമയങ്ങളൊന്നും ഇല്ല, എല്ലാ സമയത്തും ആൾക്കാർക്ക് പോയി കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്, അല്ലെ. ഇപ്പൊ നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള സ്ഥലങ്ങളാണെങ്കിലും ഇപ്പൊ കേരളമൊക്കെ ആണെങ്കിൽ ചിലപ്പോ ചില മഴക്കാലത്തൊക്കെ ഒരുപാട് നാച്ചുറായിട്ട് ബുദ്ധിമുട്ടുള്ള സമയത്താണെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ്റില്ല എന്നേ ഉള്ളൂ. ബാക്കി എല്ലാ സമയത്തും നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, അല്ലെ. സോ അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു സസ്റ്റൈനബിൾ ടൂറിസം ആയിട്ട് മാറും.
ഈ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഈ ടൂറിസത്തിന്റെ ഒപ്പം തന്നെ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ്. അതായത് എൻവയോൺമെന്റിന്റെയും ലെവൽ ഓഫ് ഡെവലപ്മെന്റ്, സോഷ്യൽ ആണെങ്കിലും എക്കണോമിക്കൽ ആണെങ്കിലും കൾച്ചറിന്റെ ഡെവലപ്മെന്റ്, ദെൻ പോപ്പുലേഷന്റെ നീഡ്സും കാര്യങ്ങളും, അതുപോലെ മറ്റ് എക്കണോമിക് ആക്ടിവിറ്റി, ഇതൊക്കെ ഒപ്പം കൊണ്ടുപോകുന്നതാണ് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പേർപ്പസ് ഓഫ് ടൂറിസം ആണ്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. സോ അതിൽ സൺ, സീ ആൻഡ് സാൻഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് മെയിൻ ആയിട്ട് നമ്മൾ ഫോറിനേഴ്സിനാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ അവരാണ് ഈ ബീച്ചും അവരുടെ അവിടെയൊക്കെ തണുപ്പും മഞ്ഞൊക്കെ ആവുമ്പോൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് സൺബാത്തിനും അല്ലെ ആ ഒരു മണ്ണില് ആ ഒരു ബീച്ച് സൈഡിൽ കാറ്റും സൺബാത്തൊക്കെ എടുത്ത് കിടക്കുന്നത് കാണാറുണ്ട്. സോ അവരുടെ ആ ഒരു ക്ലൈമറ്റിൽ നിന്നുള്ള ഒരു എസ്കേപ്പിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ ലിഷർ ടൂറിങ്, സൈറ്റ് സീയിങ് കൾച്ചർ ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ കാണുക, അവിടെ ഓരോ സ്ഥലത്ത് മാറി നിൽക്കുക, താമസിക്കുക. അത് നമുക്കൊരു സെൽഫ് എഡ്യൂക്കേഷനും സെൽഫ് എസ്റ്റീമും ഒക്കെ വർദ്ധിപ്പിക്കും. അങ്ങനെയുള്ളവർക്ക് ക്യാമറ ഒരു പ്രത്യേക അവർക്ക് എസെൻഷ്യൽ ഇൻഗ്രീഡിയന്റ് ആണ്. അതായത് അവര് ആ സൈറ്റ് സീയിങ് ഉള്ളവർ എന്തായാലും ക്യാമറ യൂസ് ചെയ്യുന്നവരായിരിക്കും. ഇനി വിസിറ്റിംഗ് ഫ്രണ്ട്സ് ആൻഡ് റിലേഷൻസ് ഉണ്ട്, VFR എന്ന് പറയും. അതായത് നമ്മള് ഡൊമസ്റ്റിക് ടൂറിസത്തിലാണ് അത് മെയിൻ ആയിട്ട് വരുന്നത്. അതെന്താന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ട് സെക്ടറിന് അത് ഭയങ്കര ഉപകാരമാണ്. പക്ഷെ മൊത്തത്തിൽ ഒഫീഷ്യലി അതൊരു ടൂറിസം എന്ന പോലെ, അതായത് അക്കോമഡേഷനും താമസം, ഫുഡ്, ഈ ഒരു കാര്യത്തിൽ ഡെവലപ്മെന്റ് അതിൽ വരുന്നില്ല. പക്ഷെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഒരു ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി യൂസ് ചെയ്യും, അതിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സിന്റെയും റിലേറ്റീവ്സിന്റെയും വീടുകളിലൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമല്ലോ. സോ അവരിപ്പോ എവിടെയെങ്കിലും, ഇപ്പോ എക്സാമ്പിൾ മുംബൈയിലാണ് നമ്മുടെ ഒരു ഫ്രണ്ട് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മുംബൈയിലേക്ക് പോയി അവരുടെ വീട്ടിലാണ് താമസിച്ചത്. സോ അവരുടെ വീട്ടിൽ താമസിക്കുമ്പോൾ എന്താണ്, നമുക്ക് അവരുടെ അക്കോമഡേഷൻ അവരുടെ വീട്ടിലാണ്, നമുക്ക് ഹോട്ടൽ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ഫുഡും അവരാണ് തരുന്നത്. സോ ഫുഡിലും നമുക്ക് ചോയ്സ് ഒന്നുമില്ല. സോ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു രണ്ട് കാര്യങ്ങളും നമ്മൾ ടൂറിസം എന്നുള്ള രീതിയിൽ നോക്കുന്നില്ല. പക്ഷെ അവര് താമസിക്കുന്നതിന്റെ അടുത്ത് മറ്റുള്ള എന്തെങ്കിലും ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് നമ്മൾ അത് പോയി കാണും അല്ലെ. സോ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മളിപ്പോ വെക്കേഷന് നമ്മളെ റിലേഷൻസ് ആരെങ്കിലും പുറത്ത് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിലൊക്കെ ഒരാഴ്ച പോയി നിൽക്കും. പ്ലസ് അവരുടെ ആ വീടിന്റെ പരിസരത്ത് ഇതുപോലെ വല്ല സ്ഥലങ്ങൾ കാണാൻ പറ്റിയതുണ്ടെങ്കിൽ അതൊക്കെ പോയി കണ്ടുവരും. ഇതൊക്കെ ഈ VFRൽ പെട്ടതാണ്. ഇപ്പൊ മുംബൈയിലൊക്കെ ആണെങ്കിൽ ആ എലിഫന്റ് കേവ്സ്, അതുപോലെ ബീച്ച്, ഇവിടെയൊക്കെ പോയിട്ടൊക്കെ നമുക്ക് വരാൻ പറ്റും. ഇന്ത്യൻ ടൂറിസ്റ്റ്, VFR ടൂറിസ്റ്റ് ഇപ്പൊ അതായത് ഒരു ബിസിനസ് ട്രാവലേഴ്സ് പോലെയും പോവാം, അല്ലാതെയും ഇങ്ങനെ, അതായത് നമുക്ക് അക്കോമഡേഷനും ട്രാൻസ്പോർട്ടൊക്കെ അത് സേവ് ചെയ്യാം അല്ലെ. നമുക്ക് അക്കോമഡേഷനും ഫുഡും സേവ് ചെയ്യാം, അവരുടെ വീട്ടിലായിരിക്കും. ട്രാൻസ്പോർട്ടേഷൻ മാത്രമേ അവിടെ വരുന്നു. ഇനി ബിസിനസ് ആൻഡ് ഇൻസെന്റീവ് ട്രാവൽ ആണ്. അത് നമുക്കറിയാം, ബിസിനസ് ടൂർ ഒക്കെ വരുന്നുണ്ടല്ലോ, അതാണ്. ഇനി ബിസിനസ് ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു വ്യത്യാസം എന്താ വെച്ചാൽ അത് ഡയറക്ട്ലി നോട്ട് ഡയറക്റ്റ് ടുവേർഡ്സ് ടൂറിസ്റ്റിക് സെന്റേഴ്സ് ഓർ റിസോർട്ട് ആണ്. അതായത് നമ്മളിപ്പോ ഒരു ടൂർ പോകുമ്പോൾ നേരിട്ട് നമ്മൾ ആ ടൂറിസ്റ്റ് സെന്ററിലേക്ക് പോവുക. പക്ഷെ ബിസിനസ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ ഫോക്കസ് ആ ഒരു ബിസിനസിന്റെ കാര്യമോ അല്ലെങ്കിൽ മീറ്റിംഗോ കോൺഫറൻസോ ആയിരിക്കും. അതിനുശേഷം നമ്മൾ ടൂറിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അവിടെ എവിടെയെങ്കിലും കാണാനൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിസോർട്ടിൽ എന്തെങ്കിലും വേറെ റിക്രിയേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മളെ ചെയ്യും. ടൂർ ആകുമ്പോൾ നമുക്കറിയാം മീറ്റിങ്ങും ആ ഒരു കാര്യങ്ങൾ, കൺവെൻഷൻ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ സെക്രട്ടറിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. സർവീസസ് ഒക്കെ തരേണ്ടതാണ്. അപ്പൊ അക്കോമഡേഷൻ ആണെങ്കിലും അത് അത്തരത്തിൽ അല്ലെ, കോൺഫറൻസ് ഹാളും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഇന്ന് നമ്മൾ ഒരുപാട് കോൺഫറൻസിനും ഫെയർ എക്സിബിഷനും ഒക്കെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് സെലക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ ചില എംപ്ലോയീസ് അവരുടെ എക്സിക്യൂട്ടീവ്സിനെ കുറച്ചും കൂടി ക്രിയേറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ചില റിസോർട്ടുകളിൽ പോയി ഇരുന്ന് കുറച്ചു കാലം ജോലി ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് വരെ അയക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഇൻസെന്റീവ് ട്രാവൽ എന്ന് പറയുമ്പോൾ ആ ഒരു റിവാർഡ് ആയിട്ട് കൊടുക്കുന്നതാണ്. എംപ്ലോയീസ് നന്നായി പെർഫോം ചെയ്യുകയാണെങ്കിൽ ഇൻസെന്റീവ് കൊടുക്കുമല്ലോ, ആ ഇൻസെന്റീവ് കൊടുക്കുന്ന പോലെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് അവർക്ക് ട്രിപ്പ് ഓഫർ ചെയ്യുന്നതാണ്. സോ നമ്മള് ആ ഒരു അത്രയും നല്ല ഹൈ ക്വാളിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഓഫറാണ് കേട്ടോ ആ ഇൻസെന്റീവ് ഓഫർ എന്ന് പറയുന്നത്. നല്ല പ്രോഫിറ്റ് ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് കൊടുക്കണ്ടു, അല്ലാത്ത സമയത്ത് കമ്പനി കൊടുക്കണമെന്നില്ല. കിട്ടുന്ന സമയത്ത് ഇവർ നന്നായി പെർഫോം ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ബോണസ് പോലെ അത് കൊടുക്കുകയാണ്. ഇനി എഡ്യൂക്കേഷണൽ പർപ്പസിന്റെ ഒരു ടൂറാണ്. അത് നമുക്കറിയാം, എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മറ്റുള്ളവർ പുറത്ത് നാട്ടിലെ, പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികളാണല്ലേ പുറത്തു പോയി പഠിക്കുന്നവര്. സോ ആ ഒരു അവിടുത്തെ കൾച്ചറും അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പഠിക്കുക, അവിടെ തന്നെ ജോലി ചെയ്യുക അല്ലെ. ഒരുപാട് ഫോറിൻ യൂണിവേഴ്സിറ്റീസും കോളേജും സ്കൂളും ഒക്കെ സ്കോളർഷിപ്പും ഒക്കെ കൊടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അവര് എന്താ അവരുടെ സപ്ലിമെന്റിലെ അവര് ജോലി ചെയ്യുന്നതിന്റെ ഒപ്പം ചിലപ്പോൾ ഇൻകവും ഏൺ ചെയ്യുന്നുണ്ടാവും, ചെറിയ ചെറിയ ജോലി ചെയ്തിട്ട് അല്ലെ, അവർ പഠിക്കുന്നതിന്റെ ഒപ്പം. സോ അങ്ങനെയും അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഇവരെ കാണാൻ വേണ്ടിയിട്ട് ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ അതൊരു ടൂറിസം ആയിട്ട് മാറും. നമ്മൾ പുറത്തുള്ള മക്കളുടെ കാണാൻ നമ്മുടെ അമ്മയും അച്ഛന്മാരൊക്കെ പോകുമ്പോൾ അത് ഒരു ടൂറിസം പോലെയുമാണ്.
ഇനി എഡ്യൂക്കേഷണൽ ടൂറിസത്തിൽ കംപ്രൈസ് ചെയ്യുന്ന കുറച്ച് വേറെ കാര്യങ്ങൾ തന്നെയാണ് ഈ എക്കോ ടൂറിസം, എത്നിക് ടൂറിസം, റൂറൽ ഫാം ടൂറിസം എന്നൊക്കെ പറയുന്നത്. സോ അവർക്ക് ഷോർട്ട് ടേം ഡ്യൂറേഷന് വേണ്ടിയിട്ടാണ്, അതായത് നമ്മുടെ നാട്ടിലത്തെ എന്തെങ്കിലും കാര്യം പഠിക്കാൻ അല്ലെ, യോഗയോ ഡാൻസ് ഫോംസോ ലാംഗ്വേജ് ഒക്കെ പഠിക്കാൻ വേണ്ടി വരുന്നതൊക്കെ അതിൽ വരുന്നതാണ്. ഇനി ഹെൽത്ത് കെയർ സർവീസസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് വേറെ നാട്ടിലൊക്കെ പോയി ഇരിക്കുന്നതാണ്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കോസ്റ്റ്ലി, ഇപ്പൊ ചില നാട്ടിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കോസ്റ്റ്ലി ആണെങ്കിൽ അത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സ്ഥലം നോക്കിയിട്ട് അവിടെ പോയി ചെയ്യും. സോ അല്ലെങ്കിൽ നമ്മള് ഈ ഹോളിഡേ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ പറയാം ഒഴിവ് കിട്ടുന്ന സമയത്ത് ഈ അത് മെയിൻ ആയിട്ട് ആയുർവേദത്തിലൊക്കെയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഈ ഫോറിനേഴ്സ് ഒക്കെ മെയിൻ ആയിട്ട് വരുന്നത് ആയുർവേദ ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുക്കാനാണ്, അല്ലെങ്കിൽ യോഗ, മെഡിറ്റേഷൻ അല്ലെ. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇപ്പൊ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഒക്കെയാണ് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ. അപ്പോൾ വേറെ മറ്റുള്ള നാട്ടിലൊക്കെ പോയി ചെയ്യുന്നതൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. ഈസി, അഫോർഡബിൾ ആൻഡ് ആക്സസിബിൾ ആയിട്ടുള്ള നാടുകളിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നു. സോ വേൾഡ് ക്ലാസ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള രാജ്യങ്ങൾ നമ്മൾ അതിന് വേണ്ടി സെലക്ട് ചെയ്യും. ഇനി നമ്മുടെ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് മെഡിക്കൽ ടൂറിസം ഡെസ്റ്റിനേഷൻ ഒക്കെയാണ് ഈ ഹോങ്കോങ്, സിംഗപ്പൂർ, ക്യൂബ, മലേഷ്യ, തായ്ലൻഡ്, ഇന്ത്യ ഒക്കെ കേട്ടോ. സോ ഇന്ത്യ നമുക്കറിയാം, ഇപ്പൊ തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ, ഹോങ്കോങ് എന്നൊക്കെ പറയുമ്പോൾ മസാജിങ്ങും അല്ലെ, അവിടെയൊക്കെ അതൊക്കെ കൂടുതലാണ്. ദെൻ ഇന്ത്യ ഫേവറബിൾ ആയിട്ടുള്ളത് എന്തൊക്കെ കൊണ്ടാണ്? നമ്മുടെ ആയുർവേദം, യോഗ അല്ലെ, ഹോമിയോപ്പതി, അങ്ങനെ ഒരുപാട് സിദ്ധ ഒക്കെ ഉണ്ട് അല്ലെ. ദെൻ നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട്. അതേപോലെ തന്നെ കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കേജും ഉണ്ട്. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ടൂറിസം. സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ടൂറിസം എന്ന് പറയുന്നത് ആ ഒരു നാച്ചുറൽ എൻജോയ്മെന്റ് റിജക്ട് ചെയ്യുന്നിട്ട് replaces it with refined pleasures that emphasize culture and art as the essence of the difference between the new power elite and the old rich and working class. സോ അതായത് ഇതൊരു കുറച്ചും കൂടി റിച്ച് ആൻഡ് വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നതാണ്. അതായത് ഇത് വെറുതെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പോവാന്നുള്ളതിനെക്കാട്ടിലും നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മള് കുറച്ചും കൂടി മാൻമെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കില്ലേ, അങ്ങനെ ചെയ്യുന്നതാണ് ഇതിൽ വരുന്നത്. അതായത് വി ആർ ഷോയിങ് ക്ലാസ് ആൻഡ് ടേസ്റ്റ്, അല്ലാതെ ജസ്റ്റ് നോട്ട് ഹാവിങ് ഫൺ ഓർ റിലാക്സിങ്. നമ്മുടെ ക്ലാസും ടേസ്റ്റും കാണിക്കുക, ഒന്ന് ഷോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതാണ് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ടൂറിസം എന്ന് പറയുന്നത്. അതായത് പ്ലഷറിനും ലക്ഷറി ഇതിനൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടന്റ്. നാച്ചുറൽ എൻജോയ്മെന്റ് കുറവ്. സോ അവർ ആ ഒരു മാസ് ടൂറിസം ആണ് ഫോക്കസ് ചെയ്യുന്നത്. ബിയർ, ബ്രെഡ് ആൻഡ് ഐസ്ക്രീം ആണ് ഇൻസ്റ്റെഡ് ഓഫ് റിയൽ തിങ്സ്. ഓക്കെ, അതായത് അവര് ടൂറിസത്തിനെക്കാട്ടിലും പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ട്രാവൽ ആണ്. ഓക്കെ, അതായത് ദേ ഓപ്പറേറ്റ് അണ്ടർ എ ടൂറിസം ബിൽ ഓഫ് റൈറ്റ്സ് റെസ്പെക്ടിങ് നേച്ചർ, ഹോസ്റ്റ് പോപ്പുലേഷൻസ്, കസ്റ്റം ആൻഡ് കൾച്ചർ. റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അവര് മെയിൻ ആയിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് നേച്ചറിലായിട്ടുള്ള കാര്യങ്ങളല്ല. അവർക്ക് ആ ഒരു എന്താ പറയാ മാസ് ടൂറിസം ആണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് കുറച്ചും കൂടി ഷോ ഓഫ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. നിഷ് ടൂർ ഓപ്പറേറ്റേഴ്സ് ഒക്കെയാണ് ഇങ്ങനത്തെ ടൂറിസം എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഓൾട്ടർനേറ്റീവ് ടൂറിസം എന്ന് പറയുമ്പോൾ ഈ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ടൂറിസത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ടൂറിസത്തിന് നമ്മൾ പറഞ്ഞു നേച്ചുറൽ ആയിട്ടുള്ള ഒന്നും ഇഷ്ടമല്ല അല്ലെ, ഇഷ്ടമല്ല എന്നല്ല, അതല്ല ഫോക്കസ് ചെയ്യുന്നത്. ഓൾട്ടർനേറ്റീവ് ടൂറിസം എന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സാമ്പിൾ എന്താ പറഞ്ഞാൽ എങ്ങോട്ടെന്ന് ഇല്ലാണ്ട് ഒരു ബാഗ് എടുത്ത് ഇറങ്ങി പോവുമല്ലോ, അതാണ് ഈ ഓൾട്ടർനേറ്റീവ് ടൂറിസം. നമ്മൾ പേപ്പറിലൊക്കെ കാണാം, സൈക്കിൾ എടുത്ത് പോയി ഇന്ത്യ മുഴുവൻ കറങ്ങി വന്നു അല്ലെ. സോ അങ്ങനെ പോകുന്നത് എന്താ, ഡിഫറെന്റ് ആയിട്ട് കുറെ കാര്യം ചെയ്യണം എന്നുള്ളവരാണ് അങ്ങനെയുള്ളതിനൊക്കെ പോവുക. സോ പുതിയ ലിവിങ് കൾച്ചേഴ്സ് ഒക്കെ മനസ്സിലാക്കി ഓരോ നാട്ടിലും അവരുടെ ഫുഡ് കഴിച്ച് അവരുമായിട്ട് കുറച്ച് സ്പെൻഡ് ചെയ്ത് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ടൂറിസ്റ്റ് അക്കോമഡേഷനോ ട്രാൻസ്പോർട്ടോ മറ്റുള്ള സർവീസ് ഒന്നും ഇവർ എടുക്കുന്നില്ല. സിമ്പിൾ ആയിട്ട് ഒരു ഇങ്ങനെ യാത്ര പോയി വരിക, മറ്റുള്ളവരെ അറിയാനായിട്ട്, നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനുമായിട്ട് മാത്രമായിട്ട്. സോ ഇന്ത്യ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് ടൂറിസം ഡെസ്റ്റിനേഷൻ ആണ്. ഇനി മറ്റുള്ള ഡിറ്റർമിനൻസ് ഓഫ് ടൂറിസം എന്തൊക്കെയാന്ന് വെച്ചാൽ ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ്, ജസ്റ്റ് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകാം. സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ബ്രേക്ക് അല്ലെ, സൈക്കോളജിക്കൽ ബ്രേക്ക്. അതിപ്പോ മെഡിക്കൽ കാര്യങ്ങളുടെ ഇടയിലാവാം, നമ്മൾ ജോലി ചെയ്ത് മടുത്തിട്ടാവാം, ഏത് രീതിയിലാണെങ്കിലും ഒരു ബ്രേക്ക് വേണമെന്ന് തോന്നുമ്പോൾ നമുക്ക് പോവാം. ദെൻ സോഷ്യോ പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ പെയ്ഡ് ഹോളിഡേയ്സ് ഒക്കെ ഇന്ന് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അല്ലെ. അതായത് ടൂറിസം കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്യാനും മെന്റൽ ഹെൽത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. സോ ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് KSRTCയിലെ ട്രാൻസ്പോർട്ട് ബസ്സിൽ നമ്മൾക്ക് ഒരുപാട് സ്ഥലത്ത് പോവാനായിട്ട് സൗകര്യം ഒരുക്കുന്നുണ്ട്. അതേപോലെ ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കുറെ മീറ്റിംഗ്സും കോൺഫറൻസ് ഒക്കെ ഇപ്പൊ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് നടക്കുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് സാർക്കിന്റെ മീറ്റിംഗ് നന്ദി ഹിൽസ് ബാംഗ്ലൂരിൽ വെച്ച് നടന്നത്.
സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പൊളിറ്റിക്കലായിട്ടും സോഷ്യോ പൊളിറ്റിക്കലായിട്ടും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒക്കെ സെലക്ട് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. ഇനി എക്കണോമിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇൻകം ആണ് പറയുന്നത് അല്ലെ. സോ നമ്മുടെ എന്താ പറയാ, ഈ ഒരു an important factor is disposable income or freedom from any money constraint ആണ്. നമുക്കൊരു ജസ്റ്റ് ഒരു ഫ്രീഡത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. സോ ടൂറിസം എന്ന് പറയുന്നത് സൈക്കോളജിക്കലിയും സോഷ്യലി എല്ലാം ഡിസൈറബിൾ ആസ് എ കൺസ്യൂമർ ഒബ്ജക്റ്റീവ് ആൻഡ് ദ പൊസിഷൻ ഓഫ് ദ റിക്വസിറ്റ് മീൻസ് ടു സാറ്റിസ്ഫൈ ദി ഡിസയർ ഫോർ ടൂറിസം മസ്റ്റ് ബി ദർ. സോ നമുക്ക് ആ ഒരു ടൂറിസത്തിനോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം. അതിനോടൊപ്പമായിരിക്കണം മറ്റുള്ള ഏതൊരു കാര്യവും ചെയ്യും. സോ ബിസിനസ് ആൻഡ് ഇൻസെന്റീവ് ട്രാവലും മണി ആയിട്ട് ബേസ് ചെയ്തിട്ടാണ്. ഞാൻ പറഞ്ഞ പോലെ ഇൻസെന്റീവ്സ് എന്നൊക്കെ പറയുമ്പോൾ പ്രോഫിറ്റ് ഉള്ള സമയത്ത് കൊടുത്താൽ മതി. ഇനി റിസഷനോ ഡിപ്രഷനോ ഉള്ള സമയമാണെങ്കിൽ ആ ഒരു ട്രിപ്പ് പ്രൊവൈഡ് ചെയ്യണമെന്നില്ല. അതേപോലെ ഗവൺമെന്റ്സിനും ഇന്ന് ടൂറിസത്തിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ടാക്സ് റൂൾസിലോ അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച്, ഫോറിൻ കറൻസി കാര്യങ്ങളൊക്കെ ആ ഫോറിൻ കറൻസി വിനിമയങ്ങളൊക്കെ ഒന്ന് എളുപ്പമാക്കി വിട്ടാൽ ആ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഹെൽപ്പും നമുക്ക് കിട്ടുന്നു. ഇനി ടൈമാണ്. ടൈം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടൂറിസത്തിലെ മെയിൻ ആയിട്ടുള്ള വേണ്ടതാണ് പ്രൈസും ടൈമും അല്ലെ. സോ നമ്മുടെ ഇന്ത്യയിലെ ബേസ് ചെയ്തിട്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു ടൂർ പോകാനുള്ള സമയം എന്ന് പറയുന്നത് നമ്മുടെ വെക്കേഷൻ ആണ്. മെയിൻ ആയിട്ട് നമുക്ക് സമ്മർ വെക്കേഷൻ ആണ് 2 മാസം ഏറ്റവും ലോങ് ലീവ് കിട്ടുന്നത്. അപ്പോഴൊക്കെ ആയിരിക്കും നമ്മുടെ നാട്ടിലുള്ളവർ സെലക്ട് ചെയ്യും. ഈ ടൂറിസം ഇൻഡസ്ട്രി ടാരിഫ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് സീസൺ അനുസരിച്ച് ഓരോ സ്ഥലങ്ങളിൽ. ഇനി മറ്റുള്ള പ്രഷേഴ്സ് ആയ ഫാമിലി, ബിസിനസ്, റിലീജിയസ്, എഡ്യൂക്കേഷണൽ ആൻഡ് സോഷ്യൽ ഇതെല്ലാം ടൂറിസ്റ്റിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. പിൽഗ്രിമേജ് സെന്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ റിലീജിയസ് ആയിട്ട് പോകുന്നതാണ്. ഇപ്പൊ വൈഷ്ണോദേവി, പുരി ജഗന്നാഥ് ടെമ്പിൾ, കാശി വിശ്വനാഥ് ഇതെല്ലാം റിലീജിയസ് ആയിട്ട് പോകുന്നതാണ്. ഇതേപോലെ എല്ലാ റിലീജിയനിലും അവരുടേതായിട്ടുള്ള ആ ഒരു പിൽഗ്രിമേജിന് പറ്റിയ സെന്റേഴ്സ് ഉണ്ട്. അതാത് മാസങ്ങൾ അതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നതിനനുസരിച്ച് എല്ലാവരും അവിടേക്ക് പോകുന്നുണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. സോ എളുപ്പമാണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, എല്ലാവരും വായിച്ചു നോക്കണം. സോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത് ഓൾട്ടർനേറ്റീവ് ടൂറിസം എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ ടൂറിസ്റ്റ് പ്രോഡക്റ്റ് എന്താ, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്താ, എന്താണ് ടൂറിസം, ഹോട്ടൽ, ഓരോ കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ. ഇനിയിപ്പോ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ടൂർ എന്താ, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. സോ ഓരോന്നും എന്താന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു, ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ സെക്കൻഡ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. സോ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സോ ഓക്കെ, താങ്ക് യു.